ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അതാണ് അക്ഷരപുരുഷൻ. അത് പുരുഷോത്തമന്റെ ഒരു അംശമാണ്. ഈ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പുരുഷോത്തമന്റെ ഒരു അംശമാണ്. പുരുഷോത്തമനും ഈ അക്ഷരപുരുഷനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇവിടെ ഒരു പാത്രം വെച്ചാൽ ഈ ആകാശം പാത്രത്തിനകത്തും ഇരിക്കും. ആകാശം സർവത്ര നിറഞ്ഞു നിൽക്കും. പാത്രത്തിനകത്തിരിക്കുന്ന ആകാശത്തെ നമ്മള് ഘടാകാശം, ഘടം വെച്ചാൽ കുടം, ഘടാകാശം എന്ന് പറയും. കുടത്തിനുള്ളിലെ ആകാശം. മറ്റത് മഹാകാശം, സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശത്തെ മഹാകാശം എന്ന് പറയും. ഈ മഹാകാശവും ഘടാകാശവും രണ്ടാണോ? യഥാർത്ഥം രണ്ടല്ല. തൽക്കാലം കുടം എന്നുള്ള ഉപാധി, പാത്രം എന്നുള്ള ഉപാധി അവിടെ ഇരിക്കുന്നത് കൊണ്ട് പാത്രത്തിന്റെ ഉള്ളിൽ ഈ ആകാശം നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടറിയുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധി ഇതിനെ ഘടാകാശം എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇത്രയും ഘടാകാശം എന്ന് നമ്മൾ അതിനെ വിളിക്കുമ്പോഴും അത് മഹാകാശം തന്നെ. പക്ഷെ നമ്മൾ അങ്ങനെ ഘടാകാശം ധരിച്ചു വെച്ചു. അങ്ങനെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ആ പരമപുരുഷൻ നിറഞ്ഞു നിൽക്കുന്നു. അതാണ് അക്ഷരപുരുഷൻ. അദ്ദേഹം അക്ഷരമാണ്. ജനിമൃതികളില്ല, മാറ്റങ്ങളില്ല. അദ്ദേഹം അഖണ്ഡ സച്ചിദാനന്ദമായി ഉള്ളിൽ കുടികൊള്ളുന്നു. അതാണ് ആ അക്ഷരപുരുഷന് മാറ്റമില്ല. ആ അക്ഷരപുരുഷൻ ഉള്ളിടത്തോളം കാലമാണ് ഈ അക്ഷരപുരുഷൻ ഇങ്ങനെ നമുക്ക് പ്രതിബിംബം കാണപ്പെടുക, അനുഭവപ്പെടുക. സാധനകൾ കൊണ്ട് അക്ഷരപുരുഷനെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അക്ഷരപുരുഷൻ തന്നെ എന്ന് അനുഭവപ്പെടും. അപ്പോ ഇതേപോലുള്ള എല്ലാ കൂടങ്ങളിലും, മനുഷ്യ ശരീരങ്ങളിലും, മൃഗശരീരങ്ങളിലും, പുല്ലിലും, പുഴയിലും, മണത്തരിയിലും, മഹാപർവ്വതത്തിലും, സൂര്യചന്ദ്ര നക്ഷത്രാദികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഞാനാകുന്ന അക്ഷരപുരുഷനാണെന്ന് അനുഭവിക്കണം. ഇത് മാത്രമല്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കും അപ്പുറത്തേക്ക് അനാദി അനന്തമായി വ്യാപിച്ചു നിൽക്കുന്നത് ഞാനാകുന്ന അക്ഷരപുരുഷനാണ് എന്ന് മനസ്സിലാകും. എങ്ങും ഒരു ഭേദവുമില്ലാതെ, എങ്ങും ഒരു ഇല്ലായ്മ എന്നുള്ള അവസ്ഥ, ഒരു എന്താണ് പുരുഷൻ ഇല്ലാത്ത ഒരവസ്ഥ ഇല്ലാതെ, ശൂന്യത ഇല്ലാതെ അഖണ്ഡമായ സച്ചിദാനന്ദം ആയി നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാകും. ആ ഒരവസ്ഥ, അതാണ് പുരുഷ സൂക്തത്തിൽ ഭഗവാൻ പറഞ്ഞു വെച്ചത്. സഭൂമിം സർവതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. അവൻ ഈ പ്രപഞ്ചത്തെ എമ്പാട് നിന്നും ചുറ്റിയിട്ട് 10 അങ്കുലം വെളിയിലേക്ക് വ്യാപിച്ചു നിന്നു. പുരുഷോത്തമൻ 10 അങ്കുലം വ്യാപിച്ചു നിന്നു. 10 അങ്കുലം എന്നൊരു കണക്ക് പറഞ്ഞു. അനാദി അനന്തമാണ്. അതുകൊണ്ടാണ് 10 അങ്കുലം എന്ന് പറഞ്ഞത്. അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ആ പുരുഷൻ, അതാണ് പുരുഷോത്തമൻ. പുരുഷ സൂക്തത്തില് നമ്മൾ സ്തുതിക്കുന്നത് പുരുഷോത്തമനെയാണ്. അതാണ് അതോസ്മി ലോകേ വേദേച പ്രതിഥ പുരുഷോത്തമ. പ്രഥിതനായിട്ടുള്ള പുരുഷോത്തമൻ, പ്രശസ്തനായിട്ടുള്ള പുരുഷോത്തമൻ ഞാനാണ്. അങ്ങനെ പുരുഷോത്തമൻ മാത്രമേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം. ആ പുരുഷോത്തമനാണ് ഓരോ കൂടത്തിലും ഇരിക്കുന്ന അക്ഷരപുരുഷൻ. ആ അക്ഷരപുരുഷന്റെ പ്രതിബിംബമാണ് ഓരോ കൂടത്തിലും ഇരിക്കുന്ന അക്ഷരപുരുഷൻ. ആ അക്ഷരപുരുഷനെ നാം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ജീവൻ എന്ന് പറയും. ആ അക്ഷരപുരുഷൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞുകൊണ്ട്, പ്രപഞ്ചമാകുന്ന കൂടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരപുരുഷന്റെ പ്രതിബിംബമായിട്ട് ആ അക്ഷരപുരുഷൻ ലോകം മുഴുവൻ നിറഞ്ഞുകൊണ്ട് ആ അക്ഷരപുരുഷനെ ഈശ്വരൻ എന്ന് പറയും. അതാണ് ഈശ്വരൻ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരപുരുഷനാണ് ഈശ്വരൻ.
ലോകമാകുന്ന കൂടത്തില് പ്രതിബിംബമായി, ഈ കൂടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരപുരുഷന്റെ പ്രതിബിംബമായി ആ കൂടത്തിൽ നിൽക്കുന്ന അക്ഷരപുരുഷനാണ് ഈശ്വരൻ. ഈ കൊച്ചു കൂടത്തിലിരിക്കുന്ന അക്ഷരപുരുഷന്റെ പ്രതിബിംബമായി ഈ കൊച്ചു കൂടത്തിലിരിക്കുന്ന പ്രതിബിംബമാണ് അക്ഷരപുരുഷൻ. ഇതാണ് ഈശ്വരനും. അത് വലിയ കരുത്തുള്ള, ജ്ഞാനത്തിന് കുറവ് വരാത്ത, പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള അക്ഷരപുരുഷൻ. ഇത് മായയുടെ എല്ലാ ബന്ധനങ്ങൾക്കും കീഴ്പ്പെട്ട് നിൽക്കുന്ന അക്ഷരപുരുഷൻ. ഈ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയാം. എന്തുകൊണ്ടെന്നാൽ നാം പുരുഷോത്തമനാണ്. നാം ക്ഷരപുരുഷനെങ്കിലും, നാം ഇപ്പോൾ ക്ഷരപുരുഷനെങ്കിലും നാം യഥാർത്ഥത്തിൽ അക്ഷരപുരുഷനാണ്, പുരുഷോത്തമനാണ്. ഈ ബന്ധനത്തെ പൊട്ടിച്ചെറിയാം. ക്ഷരപുരുഷാവസ്ഥയെ അതിലംഘിച്ചിട്ട് അക്ഷരപുരുഷാവസ്ഥയെ പ്രാപിച്ച് ഞാൻ പുരുഷോത്തമനാണ് എന്ന് അനുഭവിച്ചറിയാം. ആ മാർഗമാണ് ഗീത കാണിച്ചു തരുന്നത്. 14 അധ്യായങ്ങളിലൂടെ അതിലേക്കുള്ള വഴി ഭഗവാൻ ഇതാ തെളിച്ചു തന്നു. ഇപ്പോ ഇതാ 15-ാം അധ്യായത്തിൽ അത് കാണിച്ചു തരുന്നു. 11-ാം അധ്യായത്തില് വിശ്വരൂപ ദർശന യോഗത്തില് ആ പുരുഷോത്തമനിൽ ഈ ലോകം മുഴുവൻ ഭിന്ന രൂപങ്ങളിൽ ഒന്നായി നിൽക്കുന്നത് കാണിച്ചു തന്നു. എണ്ണയാൽ തീരാത്ത തലകളും എണ്ണയാൽ തീരാത്ത കണ്ണുകളും എണ്ണയാൽ തീരാത്ത പാദങ്ങളും കൈകളും ഒക്കെ ആയിട്ട്, അതാണ് വിശ്വരൂപം. ആ വിശ്വരൂപത്തെ ഇവിടെ ഈ 15-ാം അധ്യായത്തിന്റെ തുടക്കത്തില് ഊർധ്വമൂലം അധശാഖമായി നിൽക്കുന്ന അശുദ്ധമായി കാണിച്ചു തന്നു. ആ വിശ്വരൂപത്തെ വെട്ടിമാറ്റി, ഈ അശ്വത്ഥത്തെ വെട്ടിമാറ്റി, അതിനപ്പുറത്ത് വിശ്വരൂപത്തിന് ആധാരമായിരിക്കുന്ന നിർഗുണ നിരാകാര സച്ചിദാനന്ദം പുരുഷോത്തമൻ, ആ പുരുഷോത്തമനെ അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഇവിടെ കാട്ടിത്തന്നു. ആ പുരുഷോത്തമൻ അവിടെയുണ്ട്. ആ 15-ാം അധ്യായത്തിലും കണ്ടു. ആ പുരുഷോത്തമനിലാണ് ഈ ലോകം. വിശ്വരൂപത്തെയാണ് അവിടെ നമുക്കുണ്ട് മുന്നില് പ്രധാനമായിട്ടും കാണിച്ചു തന്നത്. വിശ്വരൂപത്തിനുള്ള ആധാരം ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ആധാരത്തെ അത്ര പ്രാധാന്യത്തോടുകൂടി കാണിച്ചു തന്നില്ല. കാരണം അങ്ങനെ കാണിച്ചു തരണമെങ്കിൽ അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വിശ്വരൂപത്തെ കാണിച്ചു തന്നു. ഇപ്പോഴിതാ ആ വിശ്വരൂപത്തിന്റെ ആധാരത്തെ കാണിച്ചു തന്ന് അതിനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗവും നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് 19-ാമത്തെ ശ്ലോകം, യോ മാം ഏവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. അല്ലയോ അർജുന, യഹ ആരാണോ, യോ യഹ ആരാണോ, എങ്ങനെയുള്ളയാള്, അസമ്മൂഢ മൂഢനല്ലാത്തവൻ, അറിവുള്ളവൻ, ജ്ഞാനിയായിട്ടുള്ളവൻ, തപോബലമുള്ളവൻ, അങ്ങനെയുള്ള ആരാണോ മാം എന്നെ ഏവം ഇപ്രകാരം പുരുഷോത്തമം പുരുഷോത്തമനെന്ന് ജാനാതി അറിയുന്നത്, ആരാണോ തപോബലമുള്ള പരമസാത്വികൻ ഞാൻ പുരുഷോത്തമനാണ് എന്ന് പ്രത്യക്ഷമായി അറിയുന്നത്, സർവവിദ് അവൻ എല്ലാം അറിയുന്നവനായിത്തീരുന്നു. സർവജ്ഞൻ അതാണ്, അവൻ എല്ലാം അറിയുന്നവനായിത്തീരുന്നു. അവൻ സർവഭാവേന മാം ഭജതി, എല്ലാ പ്രകാരത്തിലും എന്നെ തന്നെ ഭജിക്കുന്നു, എല്ലാ പ്രകാരത്തിലും എന്നെ തന്നെ ഭജിക്കുന്നു. കൃഷ്ണൻ സർവവിത്തായിട്ടുള്ള ആ പുരുഷോത്തമനാണ് ഞാനെന്നറിഞ്ഞ ആ പരമാത്മാ, അദ്ദേഹം ദേവകിയുടെ മകനായി ജനിച്ചത് തൊട്ട് ആ ഭാഗവത്തിലാണെങ്കിൽ നമ്മൾ 12-ാം സ്കന്ധത്തിന്റെ അവസാനം വരെ നേരിട്ട് കാണും. എന്തെന്നെല്ലാം ജോലികളാണ് ഓരോ സെക്കൻഡിലും ചെയ്തത്. അതാണ് സർവഭാവേന. അദ്ദേഹം ചെയ്ത ഓരോ കർമ്മവും, അദ്ദേഹത്തിന്റെ ഓരോ വാക്കും, അദ്ദേഹത്തിന്റെ ഓരോ ചിന്തയും വേദത്തിന്റെ വ്യാഖ്യാനം. അതാണ് മാം ഭജതി. എന്നെ തന്നെ അവൻ ഭജിക്കുന്നു, എന്നെ തന്നെ അവൻ ആരാധിക്കുന്നു, എന്നെ തന്നെ അവൻ എല്ലാ പ്രകാരത്തിലും ശരണം പ്രാപിക്കുന്നു. അതാണ് സർവവിധ, എല്ലാം അറിഞ്ഞവനാണ് അവൻ. കൃഷ്ണൻ എല്ലാം അറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് ഈ ഗീത, അതുകൊണ്ടാണ് ഭാഗവതം, അതുകൊണ്ടാണ് മഹാഗ്രന്ഥങ്ങൾ. അതാണ് യോ മാം ഏവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം. ഇത് കൃഷ്ണൻ മാത്രമല്ല, ദേവകീനന്ദനം മാത്രമല്ല, ഈ ലോകത്തിൽ ആർക്കും ഇന്ന ജാതിക്കാരനെന്നില്ല, ഇന്ന രാജ്യക്കാരനെന്നില്ല, ഇന്ന ഭാഷക്കാരനെന്നില്ല, ആർക്കും ഭഗവാനെ ഇങ്ങനെ പുരുഷോത്തമൻ എന്നറിയാൻ കഴിയും. അവൻ സർവവിത്തായിത്തീരും. അവൻ എന്ത് ചെയ്താലും എന്റെ ഭജനമായിരിക്കും. അവൻ എന്ത് പറഞ്ഞാലും അത് എന്റെ ഭജനമായിരിക്കും. അവൻ എന്ത് ചിന്തിച്ചാലും അത് എന്റെ ഭജനമായിരിക്കും. ഭഗവാൻ എന്നിട്ട്
ഒരു നിമിഷവും മാറിപ്പോയില്ല. അതാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും ഭാരതം കിളിപ്പാട്ടും. അതിലെ ഓരോ ഈരടിയും ഉപനിഷത്താണ്. ജയദേവന്റെ ഓരോ അഷ്ടപതിയിലെ ഓരോ ഈരടിയും അത് ഉപനിഷത്താണ്. അതേപോലെ ത്യാഗരാജസ്വാമികളുടെ ഓരോ സ്റ്റാൻസയും ഓരോ ചരണവും ഓരോ പല്ലവിയും അനുപല്ലവിയും അത് ഉപനിഷത്താണ്. അത് ഒരെണ്ണം മാത്രം നമ്മുടെ ധ്യാനത്തിനായിട്ട് ഉപയോഗിച്ചാൽ മതി. അതിലൂടെ ആ പുരുഷോത്തമനെ നമുക്ക് നേരിട്ട് പ്രാപിക്കാൻ കഴിയും. അതാണ് സസർവവിധ, അവൻ എല്ലാം അറിയുന്നവനാണ്. ഞാൻ പുരുഷോത്തമനാണെന്ന് മനസ്സിലാക്കിയവൻ എല്ലാം അറിയുന്നവനാണ്. അവന്റെ എല്ലാ രീതിയിലും എന്നെ തന്നെയായിരിക്കും അവൻ ഭജിക്കുക. അവൻ എന്ത് ചെയ്താലും ചിന്തിച്ചാലും അത് എന്റെ പൂജയായും മാറും. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനഘ. അങ്ങേറ്റം രഹസ്യമായിട്ടുള്ള ഗുഹ്യതമം, അതിന് അങ്ങേയറ്റം രഹസ്യമായിട്ടുള്ള ശാസ്ത്രമാണ്. അല്ലയോ അർജുന, ഞാനിതാ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് അനഘ, നീ അനഘനാണ്. അനഘ സംബോധനയാണ്. നീ അനഘനാണ്, പാപമില്ലാത്തവനാണ്, നീ നിഷ്പാപനാണ്. അതുകൊണ്ട് നിനക്കത് മനസ്സിലാകും, നിനക്കത് പ്രവർത്തിപ്പിക്കാനാകും. അതുകൊണ്ട് ഞാനിതാ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നീ യോഗ്യനാണ്, പാപമില്ലാത്തവനാകൊണ്ട് യോഗ്യനാണ്. നിനക്ക് ഞാനിതാ പറഞ്ഞു തന്നിരിക്കുന്നു. ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. അല്ലയോ അർജുന, ഇത് ബുദ്ധ്വാ, ഏതത് ബുദ്ധ്വാ, ഇത് അറിഞ്ഞിട്ട് ബുദ്ധിമാനായി തീരും. ആരായാലും, ഈ പ്രപഞ്ചത്തിൽ ആര് തന്നെയായാലും. എന്ന് മാത്രമല്ല കൃതകൃത്യനായിത്തീരും. ജീവിതം കൊണ്ട് ചെയ്യേണ്ടതെന്തോ അത് ചെയ്തവനായിത്തീരും. ജീവിതം കൊണ്ട് ചെയ്യേണ്ടത് ബ്രഹ്മസാക്ഷാത്കാരമാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരബ്രഹ്മരൂപിയായിരിക്കുന്ന ഈ ഭഗവാനെ, പ്രപഞ്ചരൂപിയായ ഭഗവാനെ സേവിക്കലാണ്. അപ്പോഴാണ് നമ്മൾ കൃതകൃത്യനായി തീരുക. അങ്ങനെ ഈ ശാസ്ത്രം നന്നായി മനസ്സിലാക്കിയാൽ, ഏതത് ബുദ്ധ്വാ, നന്നായി മനസ്സിലാക്കിയാൽ അവൻ അറിവുള്ളവൻ, ബുദ്ധിമാൻ, പുരുഷോത്തമനെ അറിയുന്നവനായി തീരും. അവൻ കൃതകൃത്യനായി തീരും. ജീവിതം കൊണ്ട് ചെയ്യേണ്ട പ്രാപഞ്ചിക കാര്യങ്ങൾ, ലോകസേവ എന്നുള്ള പ്രാപഞ്ചിക കാര്യങ്ങളും അതേപോലെ തന്നെ പരമമായിരിക്കുന്ന സാക്ഷാത്കാരവും നേടിയവനായിരിക്കും. ഋഷിമാരെല്ലാവരും ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് ലോകത്തിന് വേണ്ടി ശരീരം ധരിച്ച് ഈ ലോകത്ത് പ്രവർത്തിച്ചവരാണ്. നമ്മുടെ ഗുരുനാഥൻ അഭേദാനന്ദ സ്വാമി തൃപ്പാദങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണം. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഏറ്റവും വലിയ ഉദാഹരണം. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ഇങ്ങനെ അയ്യാവൈകുണ്ഠനാഥർ, ഇങ്ങനെ എത്രയോ ഗുരുനാഥന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അവർ ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ഭഗവാനെ ഭജിച്ചവരാണ്. എങ്ങനെ? പുരുഷോത്തമനെ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ഭജിച്ചവരാണ്. അവരുടെ ആ ജീവിതം നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർ ജീവൻ മുക്തരാണ്, അവർ പുരുഷോത്തമന്മാരാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് ശരീരം ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി